ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ യോഗങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇത്രയും നാൾ നിങ്ങളുടെ എന്ത് വിഷമമാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ഇതുവരെ നിങ്ങൾക്ക് ആ മുറിവ് മാത്രം ഉണങ്ങിയിട്ടില്ല, അതിൻ്റെ ആ ഒരു വേദന ഇപ്പോഴും നിങ്ങൾക്ക് ഉള്ളിൽ തട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ ഒരു മുറിവ് ഉണങ്ങുന്നതായിട്ട് ആ ഒരു എന്താണോ നിങ്ങളുടെ ആ ഒരു കുറവ് അത് നികത്തുന്നതായിട്ട് ദൈവം അങ്ങനെ എന്തോ ഒരു മുറിവ് അല്ലെങ്കിൽ കുറവ് നിങ്ങൾക്കുണ്ട്, അത് നികത്തുന്നതായിട്ട് അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉള്ള ഒരു മുറിവായിരിക്കാം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം, പാസ്റ്റിൽ നടന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട്, ചിലപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് എന്താണോ അത് നികത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് കാര്യവും ഒരു റീസൺ ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവത്തില്ല, ഒരു റീസണോട് കൂടിയായിരിക്കും എന്ത് കാര്യവും ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതെല്ലാം ഒരു റീസണോട് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു വിഷമത്തിൻ്റെ മറു സൈഡ് അത് നിങ്ങൾക്ക് ഉണ്ടായ ലാഭം എന്താണോ അത് മറഞ്ഞാണിരുന്നത്. ആ ലാഭം എന്താണ് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ മനസ്സിലാതെ നിങ്ങൾ എന്താണോ വേദന സഹിച്ചത് അതിൻ്റെ മറു സൈഡ് നിങ്ങൾക്കൊരു നല്ല ഉണ്ടായിരുന്നു. ആ നല്ലത് നിങ്ങൾക്ക് 40 ദിവസത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങളെ ശത്രുക്കളായിട്ട് കണ്ട് എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി അങ്ങനെ ആ രീതിയിലൊരു ടവർ മൂവ്മെൻറ്റ് എല്ലാ സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് വേദനകളും വിഷമങ്ങളും മാത്രമാണ് ലഭിച്ചത്. അത്രമാത്രം മോശമുള്ളൊരു ടവർ മൂവ്മെൻറ്റാണ് നിങ്ങൾ സഹിച്ചത്. ഈ ഒരു ടവർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഇല്ലാതാക്കിയിട്ട് പോയ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഈ ടവർ മൂവ്മെൻറ്റ്. നിങ്ങൾ എന്തിനാണ് ഈ ഒരു ടവർ മൂവ്മെൻറ്റ് സഹിക്കേണ്ടി വന്നത്, അതിൻ്റെ ആൻസർ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു റിക്കവറി ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തോ വലിയ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം തന്നെ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും, പിന്നെ നമ്മൾ ആ ചോദ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആ ഒരു ഗ്രഹത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മോശം ഗ്രഹത്തിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ദശ അല്ലെങ്കിൽ ശനിദശ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചൊവ്വ ദശ, ഇങ്ങനെ ഓരോ ദശാകാലം ഉണ്ടല്ലോ. ആ ദശാകാലത്തിൽ എന്തെങ്കിലും ഒരു മോശം നമ്മുടെ വീട്ടിലുള്ളവർക്ക് അങ്ങനൊരു ദശാകാലം ഉണ്ട് എങ്കിൽ നമ്മുടെ ലൈഫിലും കുറിച്ചുള്ള പല ഇതും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ വീട്ടിൽ 6 പേര് ഉണ്ടെന്ന് വെച്ചോ, 6 പേർക്കും 6 രീതിയിലുള്ള ദശാസന്ധിയായിരിക്കും നടക്കുന്നത് അവരുടെ ഗ്രഹനിലയിൽ. അപ്പോൾ 6 പേരും 6 സ്വഭാവത്തിലുള്ളവരായി മാറും. അപ്പോൾ നമുക്ക് എല്ലാവരെയും ബാലൻസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ പരമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വാസ്തുപരമായിട്ട് വീട്ടിൻ്റെ ആ ഒരു കോണുകൾ വാതിലുകൾ അതൊക്കെ എങ്ങനെയാണോ വച്ചേക്കുന്നത് അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് തമ്മിൽ ഐക്യമുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ 2 പേർക്ക് ഒരേ രീതിയിലുള്ള ദശാസന്ധി വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരാൾക്ക് രാഹുദശയാണെങ്കിൽ ഒരാൾക്ക് വേറെ ശനിദശയോ അങ്ങനെ വീട്ടിലുള്ള ആൾക്കാർ തമ്മിൽ ഇൻബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, എപ്പോഴും വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ദശാസന്ധി നല്ലതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുന്നേ അങ്ങനെ ആയിരുന്നു ആ ഒരു ദശാകാലം, ഇപ്പോൾ ആ ഒരു ദശാകാലം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ആ വഴക്ക്, ആ ഒരു ഐക്യമില്ലായ്മ, ഇംബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതെല്ലാം കുറഞ്ഞു വരികയാണ്. ഇവിടെ നമ്പർ 8ൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ആ ഒരു മോശം കർമ്മത്തിൻ്റെ എന്തോ ഒരു ഫലമായിരുന്നു നിങ്ങൾ ഈ ടവർ മൂവ്മെൻറ്റിലൂടെ അനുഭവിച്ചത്. ഇനി നിങ്ങളുടെ ലൈഫ് വളരെ നന്മയിലേക്ക്, അതായത് നല്ലതിലേക്ക്, മാറ്റത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഇമ്പോസിബിളായിട്ട് ഉണ്ടായിരുന്നത്, അതായത് എന്നെക്കൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഇമ്പോസിബിളായിട്ട് തോന്നിയത്, അതെല്ലാം പോസിബിൾ ആകുന്നതാണ് ഈ ഒരു 40 ഡേയ്സിനുള്ളിൽ.
ഇവിടെ ഒരു വ്യക്തിയുടെ പ്രാണം പോകുന്ന രീതിയിൽ വരെ വിഷമം അവർ അനുഭവിച്ചു. പക്ഷേ അപ്പോഴും അവർ ദൈവത്തിൽ വിശ്വാസം വച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഈ ഒരു അവസ്ഥയിലും അവരെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവന്ന് മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു പോയിന്റിൽ നിങ്ങളെ ഈശ്വരൻ കൊണ്ടെത്തിച്ചു. ആ പോയിന്റിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ബാലൻസായി പോവുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ ബാലൻസായി പോയി. അതായത് നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയാം, ദൈവമേ, ആ ഒരു പോയിന്റിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്യണോ അതോ മുന്നോട്ട് ജീവിക്കണോ, ആ ഒരു അവസ്ഥയിലായി ഞാൻ. അങ്ങനെ ഒരു പോയിന്റിൽ പോലും ഞാൻ വന്നു എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും പറയാനുണ്ട് അവരുടെ വിഷമം. കാരണം അത്രമാത്രം മോശം അവസ്ഥയിലാണ് അവർ വന്നത്. ആ ഒരു സമയം ദൈവം മാത്രമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ പതുക്കെ പുറത്ത് കൊണ്ടുവന്ന ദൈവം മാത്രമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയേ, നിങ്ങൾ എന്തൊക്കെ വേദനകളാണ് പിറകെ നോക്കുമ്പോൾ അനുഭവിച്ചതെന്ന് നിങ്ങൾ നോക്കിയേ. അത്രമാത്രം വേദനകൾ അനുഭവിച്ചില്ല. പക്ഷെ അപ്പോഴും ദൈവം മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് പതുക്കെ മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 17 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 19 ഈ നമ്പർക്കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വലായിട്ടുള്ള പരിവർത്തനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കൂടുതലായിട്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അതിൽ ഭയങ്കരമായിട്ട് വിശ്വാസം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 2021 അല്ലെങ്കിൽ 22 ആ ഒരു സമയത്താണ് നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ സ്പിരിച്വലായിട്ടുള്ള ആ ഒരു പരിവർത്തനം വരാൻ തുടങ്ങിയത്. 2021, 2022. ഇവിടെ 2022 അല്ലെങ്കിൽ 2021 നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഫെയ്റ്റഡായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലേക്ക് നിങ്ങളെ ആകർഷിക്കണമെന്നാണ്. കാരണം എവിടെയാണോ നിങ്ങൾ ആരംഭിച്ചത് നിങ്ങളുടെ ജേണി, അവിടെ നിന്ന് നിങ്ങൾ ഡെസ്റ്റിനിയിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഡെസ്റ്റിനി സ്വയം നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ ഡെസ്റ്റിനിയിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ 2023, 2024 ആ സമയത്തൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ചില ആൾക്കാർക്ക് ഐഡിയ ഉണ്ടായിരുന്നു, ചില ആൾക്കാർക്ക് ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടി, ഇതാണ് എൻ്റെ ഡെസ്റ്റിനി, ഇതിലോട്ട് ഞാൻ മുന്നോട്ട് പോകാം, ഇതിലൂടെ എനിക്ക് എൻ്റെ ഡെസ്റ്റിനിയിൽ എത്താൻ സാധിക്കും. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരികയും അതിലൂടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ സെറ്റിലാക്കാം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 2025 നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റേബിളാക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുവരെയും ഡെസ്റ്റിനിയിൽ എത്താൻ പറ്റാത്തവർക്ക് ഇനി അങ്ങോട്ട് ദൈവം പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ തരികയും അതിലൂടെ നിങ്ങൾക്ക് ഡെസ്റ്റിനിയിൽ എത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. മുന്നേ നിങ്ങളുടെ കയ്യിൽ 2 അവസരങ്ങൾ, 2 വഴികളുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു വഴി നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴിയിൽ കൂടെ വന്നാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2021 അല്ലെങ്കിൽ 2022 ആയപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സമയം നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പരിവർത്തനവും ഉണ്ടായി. അതായത് എന്താ എനിക്ക് ഈ നമ്പേഴ്സ് ഇങ്ങനെ കാണുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയത് 2021, 2022 കാലഘട്ടങ്ങളിലാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ട് മെഡിറ്റേഷനിലേക്ക് പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ചക്രാസ് ഹീലിംഗ്, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോയത്. കൂടാതെ ആർക്കേഞ്ചൽ മൈക്കിൾ, ആർക്കേഞ്ചൽ റാഫേൽ, ഇങ്ങനെയുള്ള ഏഞ്ചൽസിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 2023 അല്ലെങ്കിൽ 2024 ആയപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പേര് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതും ഇവർ ആരാണ്, ഏഞ്ചൽസ് ആണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായതും.
ഇത് കഴിഞ്ഞ് 2025 ആയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി, അതായത് എൻ്റെ കൂടെ ഒരു ഊർജ്ജമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തോന്നുന്നത് ശരിയാകുന്നു. ഇല്ല എങ്കിൽ പെട്ടെന്ന് ഒരു നല്ല മണം വരുന്നു. ആ മണം ഭസ്മത്തിൻ്റെ ആയിരിക്കാം, പൂവിൻ്റെ ആയിരിക്കാം. എന്ത് മണമായാലും എന്തോ ഒരു ഊർജ്ജം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾക്ക് മണം വരുന്നത്. ഇല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്നാലും നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ സ്മെല്ല് ശ്വസിക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് അത് ശ്വസിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ 2024, 25 കാലങ്ങളിൽ അല്ലെങ്കിൽ 2023 കാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് എന്തോ ഒരിത് എനിക്കുണ്ട്, എല്ലാവരെയും പോലെയല്ല ഞാൻ, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ ഇൻട്രോവേർട്ട് ആവാൻ തുടങ്ങി. നിങ്ങൾ എത്രത്തോളം ഇൻട്രോവേർട്ട് ആകുമോ അത്രത്തോളം ഇൻട്രോവേർട്ടായി. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നിങ്ങൾ അകൽച്ച വച്ചു. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് പോലും നിങ്ങൾ അത്രത്തോളം സംസാരിച്ചില്ല. എല്ലാവരോടും ഒരു അകൽച്ച വച്ചു നിങ്ങൾ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ മാനസിക ശാന്തി എന്ന് പറയുന്നത് എത്രത്തോളം ആൾക്കാരോട് സംസാരിക്കാതിരിക്കുമോ അത്രത്തോളം എനിക്ക് മാനസിക ശാന്തി ലഭിക്കും, അതുകൊണ്ട് ആരോടൊന്നും സംസാരിക്കേണ്ട. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മാനസിക ശാന്തി കണ്ടുപിടിച്ചത്. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് മുന്നേ നിങ്ങൾ എത്രത്തോളം സംസാരിക്കുക അത്രത്തോളം ഇപ്പോൾ സംസാരിക്കുന്നില്ല. 2020 അല്ലെങ്കിൽ 2021 തൊട്ട് നിങ്ങളുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പരീക്ഷകളുടെ കാലഘട്ടമായിരുന്നു. അത്രമാത്രം പരീക്ഷകളാണ് നിങ്ങൾ ഫേസ് ചെയ്തത്. അത്രമാത്രം പ്രശ്നങ്ങൾക്കിടയിൽ കൂടെ നിങ്ങൾ ജീവിച്ച് വന്ന ആ ഒരു സമയമാണ് 2021, 2020 അല്ലെങ്കിൽ 2024 വരെയുള്ള സമയമെന്ന് പറയുന്നത്. കുറച്ചെങ്കിലും ഒരു ബാലൻസ് വരാൻ തുടങ്ങിയ 2025 പകുതി അല്ലെങ്കിൽ മുക്കാലായപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലൈഫിൽ ബാലൻസ് കിട്ടാൻ തുടങ്ങിയത്. ഇവിടെ അങ്ങനെ ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടായില്ലേ? ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് പരിവർത്തനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ, നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് എല്ലാം ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് വന്നവരാണ് നിങ്ങൾ. എന്തൊക്കെ സന്തോഷങ്ങളാണോ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്നത് ആ ഒരു സന്തോഷങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിച്ചാൽ മതി. ഉറപ്പായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം ഏഞ്ചൽസ് തരുന്നതാണ്. ആരോടോ ഒരു മീറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണമെന്നുള്ളത് ഫെയ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടായിരിക്കാം വരുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വസ്തു വാങ്ങിക്കണം അല്ലെങ്കിൽ വീട് വാങ്ങിക്കണം, അതിന് പറ്റിയ ഒരാൾ ഇവരുടെ കയ്യിലുണ്ടായിരിക്കാം. ഇവർ നിങ്ങൾക്ക് ആളെ കൊണ്ടു തരികയും അതിലൂടെ നിങ്ങൾക്ക് ഇവരെ സംസാരിക്കാൻ പറ്റുന്നതായിരിക്കാം. കാരണം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ശുഭകരമായിട്ടുള്ള ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള മീറ്റിംഗ് 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മീറ്റിംഗ് ഉണ്ടായതിന് ശേഷം നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് 7 ദിവസത്തിനുള്ളിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ആരുമായിട്ടാണോ നിങ്ങൾ മീറ്റിംഗ് ചെയ്യാൻ പോകുന്നത് അവരുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് ശുഭമായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് പല രീതിയിലുമുള്ള ലാഭം ഈ ഒരു മീറ്റിങ്ങിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയൊരു ട്രാവൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വലിയ ട്രാവലല്ല, ഒരു കുഞ്ഞു ട്രാവൽ. ഇവിടെ നിങ്ങൾ ഇമോഷണൽ ആയിരിക്കും ഈ ഒരു 40 ഡേയ്സിന് ഉള്ളിൽ. പക്ഷേ ഈ സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതലും നിങ്ങളുടെ മേലായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്വന്തമായിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ വയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം, അതൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ.
ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്ത് ആഹാരമാണ് ഇഷ്ടം, അതെല്ലാം നിങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നേക്ക് നിങ്ങളുടെ ആഹാരത്തിന് നിങ്ങൾക്കുള്ളത് വാല്യൂ കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീട്ടിൽ ഈ ഒരു വസ്ത്രം നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് വളരെ ശുഭമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ലാഭം ലഭിക്കുമെന്ന് ഞാൻ മുന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞില്ലേ. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് ലാഭമായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു പർച്ചേസിൻ്റെ ലാഭം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്ത് കാര്യമായാലും അത് ഒരു റീസൺ ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ഒരു റീസൺ ഉണ്ടായാൽ മാത്രമേ ആ ഒരു കാര്യം നടക്കുകയുള്ളൂ. ഇവിടെ ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, നിങ്ങളുടെ കൂടെ എന്തോ ഒരു ഊർജ്ജമുണ്ട്. ആ ഒരു ഊർജ്ജം നിങ്ങൾ എന്ത് ആൻസർ ചോദിച്ചാലും തിരികെ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിട്ടുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തിക്ക് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലിയറിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തിക്ക് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ വ്യക്തി ആരുടെയോ വാക്കുകളിൽ വീണു പോയി നിങ്ങളെ തെറ്റിദ്ധരിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് കുറച്ച് ദിവസമായിട്ട് നിങ്ങളോടൊരു അകൽച്ച വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയ എന്ത് പറ്റി വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സംസാരമൊന്നും എന്നോടില്ലല്ലോ എന്ന്. പക്ഷേ ഇവരുടെ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇവർ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് വച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ 40 ഡേയ്സിനുള്ളിൽ. ഇവിടെ ഈ വ്യക്തിക്ക് മനസ്സിലാകും മറ്റൊരു വ്യക്തി പറഞ്ഞതുപോലുള്ള വ്യക്തിയല്ല നിങ്ങൾ എന്നവർക്ക് മനസ്സിലാവും. ഒരു ക്ലാരിറ്റി നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഈ വ്യക്തിക്ക് ലഭിക്കും. ഇവിടെ നിങ്ങളുടെ റെസ്പെക്റ്റ് കൂടുതലായിട്ടും കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു സ്വഭാവം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കൂടും. ഇവിടെ ഈ ഒരു 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഗുഡ് ന്യൂസ് ലഭിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് ഉള്ള എന്താണോ കാര്യം, ആ ഒരു കാര്യത്തിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ഈ കാര്യം നടക്കുമെന്ന്. പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു കാര്യം ഈ 40 ഡേയ്സിനുള്ളിൽ നടക്കുന്നതായിട്ട്, നിങ്ങൾക്ക് പാടെന്ന് തോന്നിയ കാര്യം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനുണ്ട്. അത് ഞാൻ ഈ ആളോടെ കൂടെ ജോലി ചെയ്യണോ അതോ ഈ ആളുടെ കൂടെ ജോലി ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ വരാൻ 40 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ കുറേ നാളായിട്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാണ്. എനിക്ക് ഈ ഒരു ലക്ഷ്യത്തിലെത്തണം എന്നുള്ള രീതിയിൽ എന്തോ ഒരു അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ശ്രദ്ധ ഒരിക്കലും നിങ്ങൾ മാറ്റാൻ പാടില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നവരെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതിൽ നിന്ന് ഫോക്കസ് മാറ്റാൻ പാടില്ല നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്. ഇവിടെ ഈ ഒരു കാര്യത്തിന് ഒരു ഡിവൈൻ ടൈം ഇല്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ സ്റ്റേബിളാക്കി ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ വിഷമിക്കാതെ സന്തോഷമായിട്ട് ഇരുന്ന് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് കിട്ടാനുള്ള സന്തോഷം ചിലപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും ആ ഒരു എനർജിയും അനുസരിച്ചിരിക്കും. ഇവിടെ എപ്പോൾ തൊട്ട് നിങ്ങൾ ചിരിക്കാൻ തുടങ്ങുമോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം പെട്ടെന്ന് വരുന്നതാണ്. നിങ്ങൾ എപ്പോഴും വിഷമിച്ചിരിക്കുന്നുവോ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ദുഃഖവും വരുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. അതായത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷം കൊണ്ട് നിറയ്ക്കുക. പിന്നെ ആ ഒരു നിമിഷം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ വിലപ്പെട്ടതാണെന്ന് കരുതി ആ ഒരു നിമിഷത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക.
നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ആക്കി മുന്നോട്ട് പോകുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രം സംഭവിക്കുകയുള്ളൂ. ടാർഗറ്റിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വഴി മാറരുത്. പിന്നെ നിങ്ങൾ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പല വീഡിയോയിലും പറയുന്നു, നിങ്ങൾ എത്രത്തോളം ചിരിക്കാൻ ശ്രമിക്കുക അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ മോശം അവസ്ഥയിൽ പോലും, നിങ്ങളുടെ സങ്കടത്തിൽ പോലും നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവം അത് കാണാതിരിക്കുമോ? ഉറപ്പായിട്ടും കാണും. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക അത്രത്തോളം സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ്. ഈ 40 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന രീതിയിൽ എന്തോ ഒരു സന്തോഷ വാർത്ത, ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.